Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 64. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കൊറ്റങ്കാവുകാർക്ക് അന്ന് അത്ഭുതങ്ങളുടെ ദിവസമായിരുന്നു. കൊറ്റങ്കാവ് ഭഗവതി ക്ഷേത്രം ഒരു ഉത്സവപ്പറമ്പിനെ പോലെ തിരക്കിലാണ്. രാവിലെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നിട്ടും ആഭ്യന്തരമന്ത്രിയുടെയും കാട്ടിൽ നിന്നും രക്ഷപ്പെട്ട SHO ദേവന്റെയും ഇരട്ടി മധുരമുള്ള വിവാഹ വാർത്ത കാട്ടു തീ പോലെ പടർന്നുകൊണ്ട് ബന്ധുക്കളെ കൂടാതെ അത്യാവശ്യം നല്ലൊരു ജനക്കൂട്ടം തന്നെ അവിടെ എത്തിയിരുന്നു. എടുത്തു പിടിച്ചുള്ള കല്യാണത്തിന്റെ നെട്ടോട്ടം മുഴുവൻ സുധീഷിന്റെയും പ്രദീപിന്റെയും തലയിലായിരുന്നു. കൂട്ടത്തിൽ ജാസ്മിന്റെ ഭർത്താവ് ഫൈസലും ദേവന്റെ അളിയൻ ശ്രീജനുമൊക്കെ ഉണ്ടായിരുന്നു. നെറ്റിയിലെ വിയർപ്പ് തുടക്കാൻ പോലും സമയമില്ലാതെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എടാ പ്രദീപേ, ആ കാറ്ററിംഗ് ആരോട് എല്ലാം ഒന്ന് റെഡിയാക്കാൻ പറയും. കെട്ട് കഴിഞ്ഞാൽ ഉടനെ സദ്യ തുടങ്ങണം. ശ്രീചേട്ടാ, താലി പൂജിക്കാൻ കൊടുത്തോ? സുധീഷ് തിരക്കിനിടയിൽ കൂടെ വിളിച്ചു ചോദിച്ചു. എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് സുധീഷേ, നിങ്ങൾ ആൾക്കാരെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്ത്. ആ മീഡിയക്കാരൊക്കെ ഇപ്പൊ എത്തും. പ്രദീപ് കിതച്ചുകൊണ്ട് മറുപടി നൽകി. അമ്പലനടയ്ക്ക് മുന്നിലായി ഇരു കുടുംബങ്ങളിലെയും അടുത്ത ബന്ധുക്കൾ നിരന്നിരിപ്പുണ്ട്. രശ്മികയുടെ അച്ഛനും അമ്മയും മാത്രമല്ല, അവളുടെ വലിയച്ഛനും കുടുംബവും വളരെ സന്തോഷത്തോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങൾക്കിടയിൽ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ രശ്മികയുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കുറച്ചപ്പുറത്തായി ഗൗരിയുടെ വല്യച്ഛനും വല്യമ്മയും കൂടാതെ അരുണേട്ടനും ഭാര്യ ലക്ഷ്മിയടത്തെയും അവരുടെ മകനുമുണ്ട്. ഗൗരി വൈശാഖിയെയും കൂട്ടി പതുക്കെ അരുണേട്ടന്റെ അടുത്തേക്ക് ചെന്നു. അപ്പച്ചിയും ഹരിഹരനമ്മാവനും എത്തിയില്ല അരുണേട്ടാ? ഇല്ല ഗച്ചു, അവർ രാവിലെ തന്നെ കോടതിയിലേക്ക് പോയിരിക്കുക. ഇന്ന് നമ്മുടെ വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷയുടെ വാദം നടക്കുന്ന ദിവസമല്ലേ. അവന് ജാമ്യം കിട്ടുമെന്ന വക്കീല് പറഞ്ഞത്. അതോടൊപ്പം കേസ് റീഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളും നീക്കുന്നുണ്ട്. അരുൺ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ലക്ഷ്മിയെടുത്ത് ഗൗരിയുടെ കഴുത്തിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വർണ്ണമാല ഇട്ട് കൊടുത്തു. തടയാൻ ഗൗരി കൈ ഉയർത്തിയെങ്കിലും അല്പം അകലിൽ നിന്നും ദേവൻ കണ്ണടച്ച് കാട്ടിയതോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് ഏട്ടത്തിയെ ചേർത്തു പിടിച്ചു. ശാരദാമ്മയോടൊപ്പം അവരുടെ ചേച്ചിയും ഭർത്താവും നിൽപ്പുണ്ട്. പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് വിദേശത്തുള്ള മക്കൾ എത്തിയിട്ടില്ല. ദേവന്റെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വിലാസിനിയമ്മയുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ ശ്രദ്ധിച്ച ശാരദാമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു. ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഒടുവിൽ നീ കല്യാണത്തിന് സമ്മതിച്ചല്ലോ വിലാസിനിയെ. അതെന്തായാലും നന്നായി. പിള്ളേരുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ, സമ്മതിക്കാതെ എന്ത് ചെയ്യും ശാരദയെടുത്തി? അല്പമൊരു നീട്ടലോടെ താടിക്ക് കയ്യും വെച്ച് വിലാസിനിയമ്മയുടെ നിൽപ്പ് കണ്ട് ശാരദാമ്മയുടെ നെറ്റി ചുളിഞ്ഞു. കല്യാണത്തിന് സമ്മതിച്ചില്ലേ, ഞാനിപ്പോ തൂങ്ങിച്ചാകുന്നും പറഞ്ഞുകൊണ്ട് കയറുമെടുത്ത് പാതിരാത്രി പറമ്പിലേക്ക് ഇറങ്ങിയ പിന്നെ എന്നാ ചെയ്യാനാ? അവരൊരു നെടുവീർപ്പോടെ ചിരിച്ചുരസിച്ചു നിൽക്കുന്ന ദേവനെ നോക്കി. ശാരദാമ്മയുടെ കണ്ണുകൾ പുറത്തേ കുന്തി. എന്നിട്ട് അവൻ ഇന്ന് കാലത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവൻ എന്ത് പറഞ്ഞെന്ന്? ഗൗരിയും വൈശാഖിയും പിന്നെ നീലിമയും കൂടി നിർബന്ധിച്ചപ്പോഴാ അമ്മ വിവാഹത്തിന് സമ്മതിച്ചതെന്നാ അവൻ പറഞ്ഞത്. പിന്നെ അവരങ്ങ് നിർബന്ധിക്കുമ്പോ ഞാൻ കേൾക്കാൻ പോവുകയല്ലേ. കാര്യം ഇന്നലെ ഗൗരിക്ക് അവനോടുള്ള കാര്യത്തിലും സ്നേഹമൊക്കെ കണ്ടപ്പോ കൊള്ളാമെന്ന് എനിക്കും തോന്നി എന്നത് നേരാ. പക്ഷെ അവരുടെ കാവിലെ ദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ അതും പേടിയാ. അതിനിടക്കല്ലേ ഈ ചെക്കൻ കയറും എടുത്തോണ്ടിറങ്ങിയത്. ആ, ഇനിയിപ്പോ വരുന്നത് എന്താന്ന് വെച്ചാ വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ? വിലാസിനിയമ്മ വീണ്ടും ഒരു നെടുവീർപ്പോടെ മുഖം തിരിച്ചു. ഒട്ടിവന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് ശാരദാമ്മ ദേവനെ നോക്കി. സ്റ്റേഷനിൽ നിന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന പോലീസുകാരോട് സംസാരിക്കുകയാണ് അവൻ. ഇതിപ്പോ പറഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റിയ ആരും കൂട്ടത്തിലില്ലല്ലോ എന്നൊരു പരിതാപമായിരുന്നു ശാരദാമ്മയ്ക്ക്. അതിനിടയിൽ പെട്ടെന്നാണ് ക്ഷേത്രമുറ്റത്തേക്ക് ഒന്നിലധികം മോബി വാനുകൾ വന്ന് ബ്രേക്ക് ഇട്ടത്. കാട്ടുമാഫിയയുടെ താവളത്തിൽ നിന്നും സാഹസികമായി രക്ഷപ്പെട്ട ദേവനെക്കുറിച്ചുള്ള വാർത്തകൾ ഹോം മിനിസ്റ്ററോട് ചോദിച്ചറിയാൻ എത്തിയതായിരുന്നു മീഡിയക്കാർ. വീട്ടിലവരെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് ഈ വിവാഹക്കാര്യം അറിയുന്നത്. അതോടെ ക്യാമറയും മൈക്കുമായി അമ്പലമുറ്റത്തേക്ക് പാഞ്ഞെത്തിയ റിപ്പോർട്ടർമാർ ക്ഷേത്രനടയിലെ കാഴ്ചകൾ പകർത്താൻ തിരക്ക് കൂട്ടി. പട്ടുസാരി ഉടുത്ത് സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ഗൗരിയും രശ്മികയും കസവുമുണ്ടും പട്ടു ഷർട്ടും ധരിച്ച് വരന്മാരായി നിൽക്കുന്ന സാക്ഷാൽ വിശ്വനും ദേവനും. ഏയ് ക്യാമറ ഓൺ ചെയ്. ഹോം മിനിസ്റ്ററുടെയും SHO ദേവന്റെയും സർപ്രൈസ് വിവാഹം. ഇതൊരു എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. റിപ്പോർട്ടർമാർ ആവേശത്തോടെ ക്യാമറകൾക്ക് മുന്നിൽ വാചാലരായി. ക്യാമറകളുടെ ഫ്ലാഷുകൾ തുരുതുരാ മിന്നി. അതിനിടയിൽ ആ ക്യാമറ കണ്ണുകൾ വിശ്വന്റെ തോളിലേക്കും തിരിഞ്ഞു. കുഞ്ഞൊരു കസവുമുണ്ടും ചെറിയൊരു പട്ടു ഷർട്ടും ധരിച്ച് നെറ്റിയിൽ ചന്ദന കുറിയും തൊട്ട് ഒരു കൊച്ചു മണവാളിനെ പോലെ അച്ഛന്റെ തോളത്തിരിക്കുകയാണ് നമ്മുടെ കിച്ചൂട്ടൻ.
യാതൊരു കൂസലുമില്ലാതെ വലിയ ഗമയിൽ അവൻ ചുറ്റും കൂടിയവരെയും മീഡിയക്കാരുടെ ക്യാമറകളെയും നോക്കി കണ്ണുകൾ ചിമ്മിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ആ ഇരിപ്പും ഭാവവും കണ്ടാൽ അവനാണ് കല്യാണച്ചക്കൻ എന്ന് തോന്നിപ്പോകും. അധികം വൈകാതെ മുഹൂർത്തമായി. അമ്പലത്തിലെ പ്രധാന ശാന്തിക്കാരൻ തിരുമേനി വധൂവരന്മാരെ വിളിച്ചു. കുരുത്തോലകളും വാഴപ്പിണ്ടികളും കൊണ്ട് അമ്പലത്തിന് മുന്നിൽ മനോഹരമായി അലങ്കരിച്ച മണ്ഡപത്തിൽ ചെണ്ടമേളങ്ങളുടെയും തകലിന്റെയും താളം മുഴങ്ങി. ശാരദാമ്മയുടെയും മറ്റു പ്രിയപ്പെട്ടവരുടെയും കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു. തിരുമേനി പൂജിച്ചു നൽകിയ താലി ആദ്യം ദേവൻ ഗൗരിയുടെ കഴുത്തിലും തുടർന്ന് വിശ്വൻ രശ്മികയുടെ കഴുത്തിലും ചാർത്തി. എല്ലാവരും പൂക്കൾ വർഷിച്ച് അവരനുഗ്രഹിച്ചു. തുടർന്ന് പരസ്പരം തുളസിമാലകൾ അണിയിക്കുന്ന ചടങ്ങായിരുന്നു. ദേവനും ഗൗരിയും പരസ്പരം മാലകൾ അണിയിച്ചു. അതിന് പിന്നാലെ വിശ്വൻ രശ്മിയുടെ കഴുത്തിൽ മാലയിട്ടു. എന്നാൽ രശ്മിക തിരിച്ച് വിശ്വന്റെ കഴുത്തിലേക്ക് മാലയിടാൻ തുടങ്ങിയതും ശാരദാമ്മയുടെ കയ്യിലിരുന്ന കിച്ചൂട്ടൻ പെട്ടെന്ന് വലിയ വായിൽ കരയാൻ തുടങ്ങി. എന്താടാ കിച്ചൂട്ട? ശാരദാമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. എനിക്ക് അച്ഛയുടെ കഴുത്തിൽ മാലയിടണം. അവൻ കൈകാലുകൾ ഇട്ടടിച്ച് വാശി പിടിച്ചു. അയ്യോ, ഇത് അമ്മ അച്ഛനിടുന്ന മാലയാടാ. നീ വലുതാവുമ്പോഴേ നിന്റെ കല്യാണത്തിന് നിനക്ക് ഇഷ്ടം പോലെ മാലയിടാമല്ലോ. ശാരദാമ്മ ചിരി അടക്കിക്കൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. അവൻ വീണ്ടും വാശി തുടർന്നു. അവന്റെ നിഷ്കളങ്കമായ വാശി കണ്ട് മണ്ഡപത്തിന് ചുറ്റും കൂടിയ ബന്ധുക്കളും നാട്ടുകാരും മാത്രമല്ല, മൈക്ക് പിടിച്ചു നിന്ന മീഡിയക്കാർ വരെ ചിരിയായി. ചിരി അടക്കാൻ കഴിയാതെ വിശ്വൻ രശ്മികയെ നോക്കി. എന്നിട്ട് തിരുമേനിയോട് പറഞ്ഞ് ഒരു ചെറിയ തുളസിമാല കൂടി വാങ്ങി കിച്ചൂട്ടന്റെ കയ്യിലേക്ക് കൊടുത്തു. വിശ്വൻ അവന് പാകത്തിന് തലകുനിച്ചപ്പോൾ ശാരദാമ്മയുടെ കയ്യിലിരുന്നു കൊണ്ട് വളരെ ഗൗരവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെ കിച്ചൂട്ടൻ ആ തുളസിമാല വിശ്വന്റെ കഴുത്തിലേക്ക് ഇട്ടു. രശ്മിക കൂടെ അവനൊരു മാല അണിയിച്ചതോടെ വിശ്വൻ കിച്ചൂട്ടന്റെ കയ്യിലേക്ക് വാങ്ങി അവന്റെ കവളിൽ ഉമ്മ വെച്ചു. ആ കൊച്ചിന്റെ ഇപ്പുറത്തെ കവിളിലെ രശ്മിക ഒരു ഉമ്മ കൊടുത്തേ. ഫോട്ടോഗ്രാഫർമാർ വിളിച്ചു പറഞ്ഞതോടെ അവൾ ഒരു ചമ്മലോടെ വിശ്വനെ നോക്കി. അവൻ ചിരിയോടെ കിച്ചൂട്ടനെ അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചതും അവളും കൊടുത്തു അങ്ങേ കവളിൽ ഒരു ഉമ്മ. നിറഞ്ഞ കയ്യടികളോടെയും സദസ്സിലാകെ പടർന്ന പൊട്ടിച്ചിരികളോടെയും ഒറ്റങ്കാവ് ആ അപൂർവ വിവാഹത്തിന് സാക്ഷിയായി. ക്യാമറകൾ ആ സുന്ദര നിമിഷങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. മുഹൂർത്തം വൈകിയായിരുന്നതുകൊണ്ട് തന്നെ കെട്ടുകഴിഞ്ഞതും സദ്യക്കായി ഇലയിട്ടു. മാധ്യമ പ്രവർത്തകരോടും സദ്യ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അവരാരും പോകാതെ നിൽക്കുന്നുണ്ടായിരുന്നു. സദ്യയുടെ തിരക്കിലാണ് എല്ലാവരും. തൂശനയിൽ വിളമ്പിയ ചുടുചോറിലേക്ക് സാമ്പാർ വീണപ്പോ ഉയർന്ന ഗന്ധവും പപ്പടം കാച്ചിയതിന്റെയും പായസത്തിന്റെയും മണവും ആ ഓഡിറ്റോറിയം ആകെ നിറഞ്ഞു നിന്നു. ഹാളിന്റെ മുൻനിരയിലായി തന്നെ വധുവരന്മാർക്ക് ഇരിക്കാൻ പ്രത്യേകം ഇടം ഒരുക്കിയിരുന്നു. ദേവന്റെയും ഗൗരിയുടെയും തൊട്ടടുത്തായി വിശ്വനും രശ്മികയും ഇരുന്നു. നീലിമയുടെ മോള് കിങ്ങിണി ദേവന്റെ തൊട്ടടുത്ത് സ്ഥാനം പിടിച്ചപ്പോ വിശ്വന്റെ മടിയിൽ ഗമയിലൊരു കൊച്ചു കാരണവരെ പോലെ ചമ്രം പടിഞ്ഞിരിക്കുകയാണ് കിച്ചൂട്ടൻ. സദ്യ ഗംഭീരമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഫോട്ടോഗ്രാഫർമാരുടെ വക നിർദ്ദേശം വന്നത്. സാറേ, ആ പപ്പടം ഒന്ന് പൊടിച്ചേ, പരസ്പരം ഒന്ന് കൊടുത്തേ, എന്നിട്ട് ക്യാമറയിലേക്ക് നോക്കി ഒന്ന് ചിരിക്കണം, നല്ലൊരു ഫ്രെയിമാണ്. ക്യാമറമാന്റെയും ചുറ്റും നിന്ന സുഹൃത്തുക്കളുടെയും നിർദ്ദേശം വന്നതും ദേവനും ഗൗരിയും ഒട്ടും മടിച്ചില്ല. പപ്പടം മാത്രമല്ല, ഇലയിലിരുന്ന കറികളും ചോറും വരെ അവർ പരസ്പരം വാരിക്കൊടുത്തു. ചുറ്റിനും നിന്നവർ കൈയടിച്ചു. എന്നാൽ വിശ്വന്റെയും രശ്മികയുടെയും കാര്യം അതായിരുന്നില്ല. നാട്ടുകാരുടെയും ക്യാമറകളുടെ നീണ്ട നിരയ്ക്ക് മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ രശ്മികയ്ക്ക് വല്ലാത്ത നാണം തോന്നി. വിശ്വന് അതിലേറെ ചമ്മൽ. എങ്കിലും ഒടുവിൽ അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവൻ പതിയെ തന്റെ ഇലയിൽ നിന്നും അല്പം ചോറെടുത്ത് രശ്മികയ്ക്ക് നേരെ നീട്ടിയപ്പോ അവൾ നാണത്തോടെ മുഖം കുനിച്ചു. ഒടുവിൽ ചിരിയടക്കാൻ പാടുപെട്ട് അവൾ അത് വാങ്ങിക്കഴിച്ചപ്പോ സദസ്സിൽ വീണ്ടും ചിരി പടർന്നു. ഇതിനിടയിൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് വിശ്വന്റെ മടിയിലിരിക്കുന്ന കിച്ചൂട്ടൻ തന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ഇലയിൽ നിന്നും ചോറ് വാരി വലിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. വിശ്വൻ ഇടയ്ക്ക് വാരിക്കൊടുക്കുന്നത് കൂടാതെയാണ് ആശാന്റെ തന്നെത്താനുള്ള ആ കഴിക്കല്. പപ്പടം പൊടിച്ച് ചോറിലിട്ട് കുഴച്ച് മുഖത്തും ഉടുപ്പിലുമൊക്കെ ആക്കിയാണ് ആ കഴിക്കലെന്ന് മാത്രം. ആദ്യത്തെ പന്തി തീരാറായ സമയത്താണ് മീഡിയക്കാരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അതിന് പിന്നാലെ തുടർച്ചയായി കോളുകളും വരാൻ തുടങ്ങി. സംസാരിക്കുന്നതിനിടയിൽ അവരുടെ മുഖത്തെ ചിരി മാറി ഗൗരവം നിറഞ്ഞു. അവരിൽ പലരും ഭക്ഷണം പാതി വഴിയിൽ നിർത്തി ചാടി എഴുന്നേറ്റു. കൂട്ടത്തിൽ ഒന്ന് രണ്ടുപേർ വിശ്വന്റെയും ദേവന്റെയും അടുത്തേക്ക് വരികയും ചെയ്തു. സാർ ക്ഷമിക്കണം, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. അതിലൊരു റിപ്പോർട്ടർ പറഞ്ഞത് കേട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിശ്വനും ദേവനും മുഖമുയർത്തി അയാളെ നോക്കി. കാട്ടിനുള്ളിൽ സതീഷ് സാറിനെ തിരയാൻ പോയ കമാൻഡോസും വനപാലകരും ഇപ്പോൾ ഒരു വിവരം വയർലെസ് വഴി കൈമാറി. ആ സതീഷ് സാറ് കൊല്ലപ്പെട്ടു. ഉൾക്കാട്ടിൽ വെടിയേറ്റു മരിച്ച നിലയിലാണ് സാറിന്റെ ബോഡി ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്. ആ വാർത്ത കേട്ടതും വിശ്വന്റെയും ദേവന്റെയും കൈകൾ ഇലയിൽ തന്നെ തറഞ്ഞു നിന്നുപോയി. സിരകളിലൂടെ ചുട്ടുപഴുത്തൊരു കനൽ ഒഴുകിയതുപോലെ അവർക്ക് തോന്നി. വല്ലാത്തൊരു ഞെട്ടലോടെ അവർ പരസ്പരം നോക്കി. ചുറ്റുമുള്ളവർ സദ്യയുടെയും കല്യാണമേളത്തിന്റെയും തിരക്കിലായിരുന്നതിനാൽ
അവരുടെ ആ ഭാവമാറ്റം പെട്ടെന്നാരും ശ്രദ്ധിച്ചില്ല. ശ്രീജിത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യുകയല്ല വിശ്വ. ആ കാടിനുള്ളിൽ വെച്ച് അവനെനിക്ക് വാക്ക് തന്നതാ, സതീഷിന്റെ ജീവൻ ഒന്നും സംഭവിക്കില്ലെന്ന്. ദേവൻ മന്ത്രിച്ചു. പിന്നെ വേറെ ആരായിരിക്കും ദേവ ആ കൊടുങ്കാടിനുള്ളിൽ കിടന്ന് സതീഷിനെ കൊലപ്പെടുത്തിയത്? ഇതിപ്പോ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടു പോയില്ലേ? ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സീനിയർ ഓഫീസർ കാട്ടിനുള്ളിൽ വെച്ച് വെടിയേറ്റ് മരിച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ശ്രീജിത്തിന്റെ കൂട്ടരെ പിടികൂടാൻ ഭരണകൂടം തീവ്രമായ ശ്രമങ്ങൾ നടത്തും. യാതൊരു ദയവുമില്ലാതെ ആ കാട് അരിച്ചു പെറുക്കും. എനിക്ക് അതിൽ നിന്നും മാറി നിൽക്കാൻ ഒക്കുവോ? അതിൽ നിരപരാധികളായ ആ ആദിവാസികളും പെടും. വിശ്വന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. ഇനിയിപ്പോ ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണോ? ആ സദാനന്ദന്റെ ആൾക്കാരായിരിക്കുമോ ഇതിനൊക്കെ പിന്നിലെന്നൊരു സംശയം. വിശ്വൻ പുരികങ്ങൾ ചുളിച്ച് ദേവനെ നോക്കി. അതെ വിശ്വ, അത് തന്നെയാ ഞാനും ആലോചിച്ചത്. അല്ലാതെ വേറെ ആരാകാനാ സാധ്യത? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അതിനു പുറകെ ആകുമല്ലോ. സെൻസേഷണൽ ന്യൂസ് അല്ലേ? ഒരുപക്ഷെ കാട്ടിലുള്ള സംഘത്തിന്റെ തലവൻ സുജിത്ത് ആണെന്നൊന്നും സദാനന്ദൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അയാളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഉപായമാകും ഈ ഒരു കൊലപാതകം. അങ്ങനെയാണെങ്കിൽ ശ്രീജിത്തിന് എന്ത് സംഭവിച്ചു കാണും? അവനും അവന്റെ കൂട്ടരും അവിടെ ഉള്ളപ്പോ സതീഷിനെ കൊലപ്പെടുത്താൻ പുറത്തുനിന്നും വന്നവർക്ക് കഴിയോ? അതും പ്രശ്നമാണ്. ശേ, ദേവൻ നിരാശയോടെ തല കുടഞ്ഞു. എല്ലാം ഒന്ന് ശരിയായി വരികയാണെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പതേ അടുത്ത പ്രശ്നം. എടാ, നീയൊരു പോലീസ് ഓഫീസർ അല്ലേ? വിശ്വൻ അവന്റെ തോളിലും തട്ടി. ആൾവേസ് എക്സ്പെക്ട് ദ വേഴ്സ്റ്റ് മാൻ. സ്റ്റേഷനിലെ ജോസഫും കൂട്ടരും ദേവന്റെ അടുത്ത് ചെന്ന് അനുവാദം വാങ്ങി പോകാൻ തയ്യാറെടുക്കുമ്പോഴേക്കും മീഡിയക്കാരുടെ വാഹനങ്ങൾ അവിടെ നിന്നും പാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. സൈറൺ മുഴക്കി കാടിനടുത്തേക്ക് പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം കേട്ടതോടെയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയും അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. ഈ ചൂട്ടൻ അപ്പോഴും മറ്റൊന്നും ശ്രദ്ധിക്കാതെ അച്ഛന്റെ മടിയിലിരുന്ന് കൊഞ്ചിക്കൊണ്ട് ചോറുണ്ണുകയായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.